ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. മീ ടു ക്യാമ്പയിൻ ഇന്ത്യയിലേക്കും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 1-2 വർഷങ്ങൾക്ക് മുമ്പ് ലോകോത്തരമായി അരങ്ങേറിയ ഒരു വെളിപ്പെടുത്തൽ ക്യാമ്പയിനാണിത്. അപമാനം മൂലം ലൈംഗിക അതിക്രമണങ്ങൾ സ്ത്രീകൾ തന്നെ മൂടിവെച്ചുകൊള്ളും എന്ന പുരുഷൻ്റെ സുരക്ഷിതാവസ്ഥയാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. സ്ത്രീ മൂടിവെക്കുന്നതായിരുന്നു പുരുഷൻ്റെ സുരക്ഷിതാവസ്ഥയെങ്കിൽ മീ ടു ഞാനും അതനുഭവിച്ചയാളാണ് എന്ന നിലയ്ക്കുള്ള സ്ത്രീയുടെ ഏറ്റുപറച്ചിൽ പുരുഷനെ അരക്ഷിതനായിരിക്കുന്നു. ഇത് പഴയ പുരുഷ കേസരികളെ അമ്പരപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ മാനഭംഗം മാത്രമാണ് പുരുഷൻ്റെ പ്രതിരോധം. ആ മാനഭംഗ ഭയമായിരുന്നു പുരുഷൻ്റെ പ്രതിരോധം. അത് സംഘടിതമായി തന്നെ സ്ത്രീകൾ ഏറ്റുപറഞ്ഞ് കൈയൊഴിയാൻ തുടങ്ങിയതോടെ പുരുഷ പ്രതിരോധം നഷ്ടപ്പെട്ടു. അധികാര സ്ഥാപനങ്ങൾ അതിനു മുന്നിൽ ഇളകിയാടാൻ തുടങ്ങി. അധികാര കേന്ദ്രങ്ങളെയാണ് അമ്പരപ്പിച്ചിരിക്കുന്നത്. സാധാരണ ജനജീവിതത്തെയല്ല ഇത് അമ്പരപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ ഒരു മന്ത്രി രാജി വെച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന നിലയ്ക്കുള്ള വാർത്തകൾ ദൃശ്യമാധ്യമങ്ങൾ നമുക്ക് തന്നിരുന്നു. MJ അക്ബർ, അദ്ദേഹം വിദേശത്തായിരുന്നു, വിദേശകാര്യ സഹമന്ത്രിയാണ് മേൽപ്പടിയാൻ. അദ്ദേഹം തിരിച്ച് ഇങ്ങോട്ടേക്ക് വരണമെന്ന് ക്യാബിനറ്റ് തന്നെ ആവശ്യപ്പെട്ടു. തിരിച്ചു വരിക ഉടൻ എന്ന നിലയ്ക്ക് ആവശ്യപ്പെട്ടതനുസരിച്ച് വിദേശ യാത്ര കട്ട് ഷോട്ട് ചെയ്തിട്ട് അദ്ദേഹം തിരിച്ചു വരികയായിരുന്നു. അങ്ങനെ വരുന്നതിന് കാരണം മീ ടു എന്ന ക്യാമ്പയിനിൽ 1/2 ഡസൻ ആളുകളാണ് പത്രപ്രവർത്തന രംഗത്ത് തിളങ്ങി നിന്ന കാലത്ത് MJ അക്ബർ അവരെ അപമാനിച്ചു എന്ന നിലയ്ക്കുള്ള വെളിവാക്കലുകൾ വന്നത്. കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ ആ നിലയ്ക്കുള്ള വെളിവാക്കലുകൾ വന്നാൽ എന്താണ് BJP പോലെയുള്ള ധാർമ്മിക ശക്തി അവകാശപ്പെടുന്ന പ്രസ്ഥാനം ചെയ്യുക? സ്വാഭാവികഗതിയിൽ രാജിവെക്കാൻ ആവശ്യപ്പെടും എന്ന് പത്രലോകങ്ങൾ ചിന്തിച്ചു. ആ നിലയ്ക്കാണ് രാജിക്കത്ത് ഇമെയിലായി അയച്ചു കഴിഞ്ഞു തുടങ്ങിയ വാർത്തകളൊക്കെ ഇന്നലെ പ്രളയപ്രവാഹമായി ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രേക്ഷകരെ തേടിയെത്തിയത്. പക്ഷേ അക്ബറുണ്ടോ രാജിവെക്കുന്നു? നാണം കെട്ടാലും അധികാരമാണ് ഗുണം, അധികാരം അത് സംരക്ഷിച്ചുകൊള്ളും എന്ന നിലയ്ക്ക് അദ്ദേഹം എത്തിച്ചേരുകയും ഈ അപമാനങ്ങൾക്കെതിരെ താൻ കേസ് കൊടുത്ത് മുഖം രക്ഷിക്കും എന്ന് പറയുകയും ചെയ്തു. അക്ബർ തിരിച്ചെത്തി. മലയാള മനോരമ നമ്മോട് പറയുന്നു, രാജിയില്ല. കോടതിയെ സമീപിക്കുമെന്ന് അക്ബർ. അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടില്ല. സ്ത്രീപീഡന വിവാദത്തിൽ കുടുങ്ങിയ വിദേശകാര്യ സഹമന്ത്രി MJ അക്ബർ രാജിവെക്കാൻ വിസമ്മതിച്ചതോടെ തീരുമാനം പ്രധാനമന്ത്രിയുടെ ബാധ്യതയായി. #മീ ടു പീഡന പ്രചാരണം വ്യാജവും ബോധപൂർവവും, അതിനെതിരെ കോടതിയെ സമീപിക്കും എന്നായിരുന്നു വിദേശയാത്ര കഴിഞ്ഞെത്തിയ അക്ബറുടെ പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. BJPയുടെ ശത്രുക്കളാണ് പ്രചരണത്തിന് പിന്നിലെന്ന് സ്ഥാപിക്കാനാണ് അക്ബറുടെ ശ്രമമെന്ന് കരുതുന്നു. BJPയെ രാഷ്ട്രീയമായി എതിർക്കുന്നവരുടെ സംഘടിത പ്രചാരണത്തിനെതിരെ പാർട്ടിയുടെ പിന്തുണയും അദ്ദേഹം തേടി. മാനനഷ്ടം ആരോപിച്ച് കോടതിയെ സമീപിക്കാനാണ് നീക്കം. മറ്റൊരു കേസിൽ കഴിഞ്ഞ ദിവസം #മീ ടു പ്രചാരണം ദില്ലി ഹൈക്കോടതി തടഞ്ഞിരുന്നു. ദില്ലി ഹൈക്കോടതി തടഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും അങ്ങനെ നിലച്ചു പോകാനൊന്നും പോകുന്നില്ല. ഒരു ജനവിഭാഗം അവരുടെ പീഡന കഥകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരുടെ അസ്തിത്വം തേടുന്ന ഒരു മഹാപ്രക്രിയയ്ക്കാണ് ലോകം ആരംഭം കുറിച്ചിരിക്കുന്നത്. കോൺഗ്രസ് വക്താവ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നു. ആനന്ദ് ശർമ്മ, ബേട്ടി ബചാവോ ബേട്ടി പഠാവോ, പെൺകുട്ടിയെ പഠിപ്പിക്കുക, പെൺകുട്ടിയെ രക്ഷിക്കുക എന്നാണ് മുദ്രാവാക്യം. പ്രസംഗിക്കുന്നത് സ്ത്രീയുടെ അന്തസ്സിനെക്കുറിച്ചും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അദ്ദേഹം സ്വീകരിക്കുന്ന നടപടികളുടെ പേരിൽ ജനങ്ങൾ വിലയിരുത്തട്ടെ. മോദിയുടെ ഒരു ക്യാമ്പയിനാണ് ബേട്ടി ബചാവോ ബേട്ടി പഠാവോ. എന്നിട്ടാണ് 1/2 ഡസൻ സ്ത്രീകളുടെ ആക്ഷേപത്തിന് മുന്നിൽ രാജിയില്ല, ഞാൻ കേസിന് പോകുന്നു എന്ന MJ അക്ബറുടെ നിലപാട്
അംഗീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദി നീങ്ങുന്നത് എന്ന നിലയ്ക്കാണ് വാർത്ത വന്നിരിക്കുന്നത്. ഏതായാലും കേന്ദ്രമന്ത്രിയുടെ രാജി ഉടൻ ഇല്ല. മനോരമയുടെ ഒന്നാം പുറം മീറ്റു ക്യാമ്പയിനിൻ്റെ അധിക വാർത്തകളിൽ നമുക്ക് തരുന്നുണ്ട്. സത്യത്തിൽ മീറ്റു ക്യാമ്പയിൻ ദില്ലിയെ വിറകൊള്ളിക്കുന്നു. നമുക്കറിയാം തമിഴ്നാട്, ആ തമിഴ്നാട് ഏറ്റവും വലിയ സിനിമാ സംഘമുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെയുള്ള സിനിമാ സംഘത്തിലെ പ്രമാണിമാരെ, വൈരമുത്തു അടക്കമുള്ള പ്രമാണിമാരെ ഞെട്ടിക്കുന്നു അവിടുത്തെ മീറ്റു ക്യാമ്പയിൻ. അതിൻ്റെ ഭാഗമായി, ഈ അവസ്ഥയുടെ ഭാഗമായി പീഡകർക്കൊപ്പം പ്രവർത്തിക്കില്ല ഹിന്ദി വനിതാ സംവിധായകർ. അവരുടെ എണ്ണം കുറവാണ്. ആ സംവിധായകർ പറഞ്ഞിരിക്കുന്നു, നന്ദിതാ ദാസ് നമുക്ക് പരിചയമുള്ള സംവിധായികയാണ്, മലയാളത്തിന് ചിരപരിചിതയായ സ്ത്രീയാണ്. അവരടക്കമുള്ള 11ഓളം വനിതാ സംവിധായകർ പറഞ്ഞു, പീഡകരെന്ന് ആക്ഷേപിക്കപ്പെടുന്നവർക്കൊപ്പം പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. മുമ്പ് സ്ത്രീകളെ പുരുഷന്മാർ സിനിമാ ലോകത്ത് പുറത്താക്കുന്നു എന്നാണ് പരാതിയെങ്കിൽ ഇതാ ഈ ഹാഷ്ടാഗ് ക്യാമ്പയിൻ്റെ ഭാഗമായി, മീറ്റു ക്യാമ്പയിൻ്റെ ഭാഗമായി ശരിക്കും വനിതാ എംപവർമെൻറ്റ്, ശാക്തീകരണം സംഭവിക്കുകയും കാര്യങ്ങൾ തിരിച്ചാവുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ സിനിമയിൽ പീഡകരെ ഞങ്ങൾക്ക് വേണ്ട. ലൈംഗിക ചൂഷകർക്കൊപ്പം ജോലി ചെയ്യില്ലെന്നും അവരെ തങ്ങളുടെ സിനിമയിൽ പരിഗണിക്കില്ലെന്നും 11 ബോളിവുഡ് വനിതാ സംവിധായകർ കൊങ്കണ സെൻ ശർമ്മ, നന്ദിതാ ദാസ്, മേഘന ഗുൽസാർ, ഗൗരി ഷിൻഡെ, കിരൺ റാവു, റീമ ഖഗ്തി, സോയ അക്തർ, അലങ്കൃത ശ്രീവാസ്തവ, നിത്യ മെഹ്റ, രുചി നരൈൻ, ഷൊണാലി ബോസ് എന്നിവരാണ് നിലപാട് വ്യക്തമാക്കിയത്. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ ഞങ്ങളുടെ സിനിമയിൽ വേണമോ വേണ്ടയോ എന്ന്. ചാൻസ് തേടി എന്തും സഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു മലയാള സിനിമയിൽ പോലും സ്ത്രീകളെങ്കിൽ ഇതാ ഇപ്പോൾ ആകെ തകിടം മറിയുന്നു. 3000 ആളുകളാണ് തൻ്റെ പട്ടികയിൽ ഉള്ളത് എന്ന് ഖ്യാതി പറഞ്ഞ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട് മലയാളത്തിൽ. അത് അദ്ദേഹത്തോട് ചോദ്യമായി ചോദിച്ച് കോരിത്തരിച്ച ഒരു പുരുഷ മലയാളി പത്രപ്രവർത്തകനുമുണ്ട്. അങ്ങനെ കോരിത്തരിച്ച ഇരുവരുടെയും ആഭാസം ഇതാ നിലയ്ക്കാൻ പോകുന്നു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മുന്നിൽ. മനോരമയുടെ ഒന്നാം പേജ് അവിടം കൊണ്ടും തീരുന്നില്ല. ഒരു വാർത്ത കൂടി അവർ വീണ്ടും തരുന്നു. വേട്ടക്കാരെ വീഴ്ത്തിയാണ് കഴിഞ്ഞ ഒരു വർഷം മീറ്റു ക്യാമ്പയിൻ്റെ ആകാശം സഞ്ചരിച്ചിരിക്കുന്നത്. ലോകമെങ്ങുമുള്ള സ്ത്രീകൾക്ക് വിവരണാതീതമായ കരുത്തും തൻ്റെ ഇടവും നൽകിയ #മീറ്റു പ്രതിഷേധ ജ്വാലയ്ക്ക് ഇന്നൊരു വർഷം. ഹോളിവുഡിലെ ഉന്നതനായ ഹാർവി വെയിൻസ്റ്റെയിൻ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് വെളിപ്പെടുത്തലുമായി ഒട്ടേറെ പേർ രംഗത്ത് വന്നുകൊണ്ടിരിക്കെ #മീറ്റു ഞാനും ഇരയായി എന്നർത്ഥത്തിലുള്ള മീറ്റു എന്ന ഹാഷ്ടാഗുമായി നടി അലീസ മിലാനോ സ്വന്തം അനുഭവങ്ങൾ 2017 ഒക്ടോബർ 15 ഉച്ചയ്ക്ക് ട്വീറ്റ് ചെയ്യുകയായിരുന്നു. ലൈംഗികാതിക്രമണങ്ങൾ അതിജീവിച്ചവരോട് സ്റ്റാറ്റസ് അപ്ഡേറ്റായി #മീറ്റു നൽകാൻ ആഹ്വാനം ചെയ്തു. അന്ന് രാത്രിയായപ്പോഴേക്കും 2 ലക്ഷം പേർ അതിനോട് പ്രതികരിച്ചു. ഒരു ദിവസം പിന്നിട്ടപ്പോഴേക്കും അത് 5 ലക്ഷമായി. ഫേസ്ബുക്കിൽ 24 മണിക്കൂറിനകം 47 ലക്ഷം പേർ ഈ ഹാഷ്ടാഗ് ഉപയോഗിച്ച് 1.25 കോടി കുറിപ്പുകളിട്ടു. സ്ത്രീകൾ അഹമഹമിഹയ ഇതിനോട് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നതോടെ സ്ത്രീ മാനഭംഗ ഭീഷണി കൊണ്ട് എല്ലാം മൂടിവെച്ചുകൊള്ളും, തങ്ങൾ തികച്ചും സുരക്ഷിതർ എന്ന് വിചാരിച്ചിരുന്ന പുരുഷന്മാരാണ് അങ്കലാപ്പിലായിരിക്കുന്നത്. ആ നിലയ്ക്കുള്ള വാർത്തകളാണ് ഒന്നാം പേജിൽ ഇന്ന് മനോരമ തരുന്നത്. മീറ്റു എന്ന ക്യാമ്പയിൻ മലയാളത്തിലേക്കും എത്തിയിരിക്കുന്നു. മലയാളത്തിലേക്ക് മീറ്റു ക്യാമ്പയിൻ എത്തിയത് കഴിഞ്ഞ ദിവസം WCCയുടെ യോഗത്തിൽ വെച്ചാണ്. അമ്മ മൗനത്തിൽ WCC അവഗണിക്കാൻ തീരുമാനം. മാതൃഭൂമി ആ യോഗത്തിൻ്റെ വാർത്ത ഇന്നും ഒന്നാം പേജിൽ തന്നെ തന്നിരിക്കുന്നു. ഒന്നാം പേജിൽ നിലനിൽക്കുന്ന രീതിയിൽ ആ വാർത്തയുടെ പ്രാധാന്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് സത്യം. സിറാജ് കാസിം കൊച്ചിയിൽ നിന്ന് അത് റിപ്പോർട്ട് ചെയ്യുന്നത് കാണുക. മലയാള സിനിമയിലെ
വനിതാ കൂട്ടായ്മയായ WCCയുടെ ആരോപണങ്ങളെ വലിയ മൗനം പാലിച്ച് നേരിടാൻ നടീനടന്മാരുടെ സംഘടനയായ അമ്മ നേതൃത്വത്തിലുള്ളവർ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് തീരുമാനം. WCC ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകിയാൽ സമൂഹ മാധ്യമത്തിൽ അത് വലിയ ചർച്ചയാകുമെന്ന തിരിച്ചറിവിലേക്കാണ് നീക്കം. ശനിയാഴ്ചയാണ് WCC അംഗങ്ങൾ എറണാകുളത്ത് പത്രസമ്മേളനം നടത്തി അമ്മയ്ക്കും പ്രസിഡന്റ് മോഹൻലാലിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. 400-ലധികം ആളുകൾ അമ്മയിൽ അംഗങ്ങളായുണ്ട്. അതിൽ 200-ലധികം ആളുകൾ സ്ത്രീകളാണ്. ഈ സ്ത്രീകളെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് കാണിക്കൂ. 14 പേർ തുടങ്ങിയ WCCയോട് പ്രഗത്ഭന്മാരായ പുരുഷാധിപത്യ ആശയക്കാർ ചോദിച്ചത് അങ്ങനെയാണ്. അതിൽ പെൺകുട്ടികളുമൊക്കെ പെടും. ഏതായാലും ഇവരെ ഒന്ന് അണിനിരത്തി കാണിക്കൂ എന്ന് വമ്പ് പറഞ്ഞുകൊണ്ടിരുന്നവർ അന്ന് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന WCCയുടെ മീറ്റിംഗ് പല കാരണങ്ങളാലും ശ്രദ്ധേയമായി. പാർവതിയും കൂട്ടരും ആവർത്തിച്ചാവശ്യപ്പെട്ടത് 3 കാര്യങ്ങളാണ്. ഇപ്പോൾ പീഡകൻ എന്ന നിലയ്ക്ക് ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കുറ്റാരോപിതനായിരിക്കുന്ന ദിലീപിൻ്റെ അമ്മയിലെ സ്റ്റാറ്റസ് എന്ത്? അതാണ് ചോദ്യം. ദിലീപും അമ്മയും തമ്മിലുള്ള ബന്ധമെന്ത്? അതാണ് ചോദിക്കുന്നത്. ഒറ്റ വാക്കിൽ മറുപടി പറയാം. ദിലീപ് അമ്മയിലുണ്ടോ ഇല്ലയോ? പറയാൻ കഴിയുന്നില്ല മോഹൻലാലിന്. കാരണം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ അർത്ഥശങ്ക സൃഷ്ടിക്കുക എന്നതാണ് അവരുടെ ഒരു നയം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, എപ്പോൾ അമ്മയിലെ ആൾക്കാർ ബുദ്ധിമുട്ടിൽ ഏർപ്പെടുന്നുവോ അപ്പോഴൊക്കെ ദിലീപ് എന്ന മാന്യൻ ഒരു രാജിക്കത്തങ്ങ് കൊടുക്കും. ഇപ്പോഴും കൊടുത്തു. 10-ാം തീയതി അദ്ദേഹം രാജിവെച്ചു. അത്രേ 10-ാം തീയതി രാജിവെച്ചിരുന്നു ഒക്കെയാണെങ്കിൽ 10-ാം തീയതി വരെ അതിൽ അംഗമായിരുന്നല്ലോ. ഈ അംഗത്വം എങ്ങനെ വന്നു? ഒരിക്കൽ പുറത്താക്കിയ ആളാണല്ലോ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി പുറത്താക്കപ്പെട്ട ആളാണ് ദിലീപ്. ആ ദിലീപ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ദിലീപിൻ്റെ സ്റ്റാറ്റസ് എന്താണ് ചോദിക്കുന്നു WCC. മറുപടി പറയാൻ കഴിയുന്നില്ല പുതിയ പ്രസിഡന്റ് മോഹൻലാലിന്. രണ്ടാമത്, രാജിവെച്ച നടിമാരെ തിരിച്ചു വിളിക്കണം. മൂന്നാമത്, ആക്രമിക്കപ്പെട്ട നടി അവർ രാജിവെച്ചു, അവരെയും തിരിച്ചെടുക്കണം. 3 കാര്യങ്ങളും ചർച്ച ചെയ്യാനോ പരിഹരിക്കാനോ കഴിയാത്ത ഒരു പതനത്തിലേക്ക് ഈ പുരുഷ മേധാവിത്വ സംഘടന എത്തിയിരിക്കുന്നു. കൂടാതെ ബീന പോൾ എന്ന പരിണിത പ്രജ്ഞയായ സിനിമാ പ്രവർത്തക പറഞ്ഞു, ഞങ്ങൾ ഇനിയൊന്നും മൂടി വയ്ക്കാൻ പോകുന്നില്ല, ഞങ്ങൾ തുറന്നു പറഞ്ഞു തുടങ്ങുകയാണ്. അത് ഒന്നും ആർക്കും താങ്ങാനാകില്ല. അവർ പറഞ്ഞു, അവർ സ്വയം ഉപമിച്ചത് ഒരു ഇതുമായിട്ടാണ്, പ്രഷർ കുക്കറുമായിട്ടാണ്. ആ പ്രഷർ കുക്കർ പലതും അമർത്തി വയ്ക്കുകയാണ്. കൂടുതൽ ശക്തിയായി കാര്യങ്ങൾ പറഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കാൻ ബാധ്യസ്ഥമാണ്. ഞങ്ങൾ പ്രഷർ കുക്കർ പോലെ പൊട്ടിത്തെറിക്കും. ഇതിലധികം മർദ്ദം ഞങ്ങൾക്ക് താങ്ങാനാകില്ല. അതുകൊണ്ട് ഇനി പറഞ്ഞു തുടങ്ങുകയാണ്. ഇതിനപ്പുറം എന്തു വേണം മഹാനടന്മാർക്ക് ഭയപ്പെടാൻ? അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ WCCയുടെ ആരോപണങ്ങളെ വലിയ മൗനം പാലിച്ചാണ് അമ്മയുടെ പ്രഗത്ഭർ നേരിട്ടത്. തൽക്കാലം പമ്മിയിരിക്കുക, അതുമാത്രമാണ് കരണീയമായിട്ടുള്ളത്. അതുകൊണ്ടും തീർന്നില്ല. WCC ഉന്നയിച്ച പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കണമെന്ന സർക്കാർ നിലപാടും അമ്മ സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട്. സർക്കാർ പ്രശ്നത്തിൽ കക്ഷിയല്ലെന്നും ആവശ്യപ്പെട്ടാൽ WCC ആവശ്യപ്പെട്ടാൽ മാത്രം ഇടപെടുമെന്നും AK ബാലൻ സിനിമാ മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞു, സർക്കാർ പ്രശ്നത്തിൽ ഇടപെടാത്ത സാഹചര്യത്തിൽ അനാവശ്യ പ്രതികരണങ്ങളുടെ പ്രശ്നം ഗുരുതരമാക്കേണ്ടെന്നും അമ്മ നേതൃത്വം കണക്കാക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇടപെടുന്നത് WCCക്ക് അനുകൂലമായി തന്നെയായിരിക്കും. കാരണം WCCയുടെ രൂപീകരണത്തിന് ശേഷം ആദ്യം അവർ കണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയെയാണ്. അദ്ദേഹത്തിൻ്റെ ചേംബറിൽ ഒരു കമ്മീഷനെ വെട്ടി കാര്യങ്ങൾ ആലോചിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും ഹേമ കമ്മീഷൻ നടപ്പാക്കുകയും ചെയ്ത് കൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ WCC ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ ഇടപെടും എന്ന് സിനിമാ മന്ത്രി പറയുന്നതോടെ നമ്മുടെ മഹാനടന്മാരുടെയൊക്കെ ഗ്യാസ് ഔട്ടായിപ്പോയി. അതാണ് ആ കാര്യവുമായി ബന്ധിപ്പിച്ച് നമുക്ക് ലഭിക്കുന്ന പുതിയ വാർത്ത.
അത് നന്നായി തന്നെ മാതൃഭൂമി ഒന്നാം പുറത്ത് വന്നിരിക്കുന്നു. ദിലീപിനെ പുറത്താക്കാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് കഴിയുമോ? മാതൃഭൂമി അങ്ങനെ ഒരു അന്വേഷണം നടത്തി. ഒരു എക്സിക്യൂട്ടീവാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. പക്ഷെ ഇപ്പോഴവർ പറയുന്നു എക്സിക്യൂട്ടീവിന് പുറത്താക്കാൻ അധികാരമൊന്നുമില്ല. നോക്കൂ, ഇതേ എക്സിക്യൂട്ടീവാണല്ലോ തിലകനെ പുറത്താക്കിയത്. അന്ന് അധികാരമുണ്ടായിരുന്നു, ഇന്ന് അധികാരമില്ല. അതുകൊണ്ട് തന്നെ മാതൃഭൂമി ഒരു പഠനം നടത്തി. അവരുടെ ഭരണഘടന അനുസരിച്ച് എക്സിക്യൂട്ടീവിന് പുറത്താക്കാൻ പറ്റുമോ ഇല്ലയോ? ഒടുവിൽ മാതൃഭൂമി കണ്ടെത്തുന്നു ദിലീപിനെ പുറത്താക്കാൻ പറ്റുമോ എക്സിക്യൂട്ടീവിന്. ആ കണ്ടെത്തൽ മാതൃഭൂമി വാർത്തയാക്കിയിരിക്കുന്നു. ബുദ്ധിമുട്ടി പണിയെടുക്കുക തന്നെ ചെയ്തിരിക്കുന്നു മാതൃഭൂമി. അതുകൊണ്ട് നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്, ആ ആത്യന്തിക സത്യത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. AMMAയിലെ ആരെയും പുറത്താക്കാൻ ഉള്ള പരമാധികാരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കുണ്ട് എന്ന് മാതൃഭൂമി പറയുന്നു. കാണുക, നടൻ ദിലീപിനെ പുറത്താക്കുന്ന വിഷയത്തിൽ നിയമാവലിയെ കൂട്ടുപിടിക്കുന്ന നടീനടന്മാരുടെ സംഘടനയായ അമ്മ ചെയ്തത് അതിനെ മറികടക്കാനുള്ള കാര്യങ്ങൾ. നിയമാവലി പ്രകാരം അംഗത്തെ പുറത്താക്കാനുള്ള അധികാരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാണ്. ഇത് മറച്ചുവെച്ചാണ് ദിലീപിൻ്റെ കാര്യത്തിൽ ജനറൽ ബോഡി തീരുമാനം വേണമെന്ന് അമ്മയുടെ നേതൃത്വം പറയുന്നത്. സംഘടനയുടെ പരമാധികാര കേന്ദ്രം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് എന്ന് അമ്മയുടെ വെബ്സൈറ്റിലുള്ള നിയമാവലിയിലുണ്ട്. അനുച്ഛേദം 5 17 നമ്പറിലുള്ള ഭാഗത്താണ് അംഗത്തെ പുറത്താക്കലിനെ കുറിച്ച് നിർവചിക്കുന്നത്. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ, മോശം പെരുമാറ്റത്താലോ സംഘടനാ വിരുദ്ധ കാര്യങ്ങൾ ചെയ്താലോ ഒരംഗത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് പുറത്താക്കാം. തൊട്ടടുത്ത നമ്പറിൽ മോശം പെരുമാറ്റം എന്താണെന്ന് കൃത്യമായി നിർവചിച്ചിരിക്കുന്നു. പൊതുപെരുമാറ്റം, മോശം സ്വഭാവം, അധാർമിക പ്രവൃത്തികൾ എന്നിവയാണ് ഇതിൻ്റെ പരിധിയിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ദിലീപിനെ പുറത്താക്കാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് കഴിയും. കഴിഞ്ഞ തവണ അങ്ങനെ പുറത്താക്കിയത് തെറ്റാണ് എന്നവർ പറഞ്ഞതാണ്. തെറ്റ് എന്ന നിലയ്ക്കാണ് വാർത്ത വന്നിരിക്കുന്നത്. ഏതായാലും അമ്മ എന്ന സംഘടനയിലെ പുരുഷന്മാർ ഭയന്നു എന്ന് വ്യക്തം. കാരണം കണക്ക് പറഞ്ഞ് അവർ പ്രത്യേക ജനറൽ ബോഡി യോഗം വിളിക്കാൻ തീരുമാനിച്ചു. 3 ജനറൽ ബോഡി യോഗം വിളിക്കണമെങ്കിൽ അതിന് പറ്റുന്ന ആളുകൾ ആവശ്യപ്പെടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന താരസംഘടന പ്രത്യേക ജനറൽ ബോഡി നവംബർ 24 വിളിക്കാൻ തീരുമാനിച്ചു. ചില്ലറ ബുദ്ധിമുട്ടല്ല WCC അവർക്കുണ്ടാക്കി വെച്ചത്. ഉറക്കമുണർന്നു താരസംഘടന. ദേശാഭിമാനിയുടെ 1-ാം പേജ് വാർത്ത. താരസംഘടനാ നേതൃത്വത്തിനും എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കുമെതിരെ സിനിമയിലെ സ്ത്രീ കൂട്ടായ്മ കടുത്ത വിമർശനങ്ങൾ വരുത്തിയ പശ്ചാത്തലത്തിൽ AMMAയുടെ പ്രത്യേക ജനറൽ ബോഡി യോഗം നവംബർ 24 ചേരും. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റാരോപിതനായ ദിലീപിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് WCC അംഗങ്ങൾ നൽകിയ കത്തും ദിലീപിൻ്റെ രാജിയും ജനറൽ ബോഡി ചർച്ച ചെയ്യും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ശബരിമല കേസിൽ സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് 5ാമതൊരു വനിതാ ജഡ്ജി ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര സുപ്രീം കോടതി ജഡ്ജിയാണ്. അവർ ആചാരാനുഷ്ഠാനങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾ അവിടെ പ്രവേശിക്കേണ്ടതില്ല എന്ന് വാദിച്ചവരാണ്. മൈനോറിറ്റി ജഡ്ജ്മെൻ്റാണ്. അവർ ഇന്ന് ഒരു പ്രസ്താവന മംഗളത്തിൽ നടത്തിയിരിക്കുന്നു. 1-ാം പുറത്ത് തന്നെ മംഗളമോ നൽകിയിരിക്കുന്നു. സ്ത്രീ വിവേചനം ജുഡീഷ്യറിയിലും ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര. സ്ത്രീ വിവേചനമുണ്ട് ജുഡീഷ്യറിയിൽ. വിശദാംശങ്ങൾ മംഗളം തരുന്നത് കാണുക. നമ്മുടെ ജുഡീഷ്യറിയിലും അഭിഭാഷക വൃത്തിയിലും ലിംഗവിവേചനം നിലനിൽക്കുന്നുണ്ടെന്ന് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ തുറന്നു പറച്ചിൽ. വനിതാ അഭിഭാഷകരെ വക്കാലത്തേൽപ്പിക്കാൻ പോലും പലരും മടി കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വിഷയം മനസ്സിലാകില്ല എന്ന് മുതിർന്ന പുരുഷ ജഡ്ജി പറയുന്നത് വരെ നീളുന്നു ഇത്. ദില്ലിയിൽ വിധി സെൻറ്ററും ഓക്സ്ഫോർഡ് സർവകലാശാലയും ചേർന്ന് നടത്തിയ ചർച്ചയിലാണ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഇക്കാര്യം പറഞ്ഞത്. വക്കീലന്മാരുടെ കാര്യത്തിൽ, ജഡ്ജിമാരുടെ കാര്യത്തിൽ സ്ത്രീകൾക്ക് തുല്യത വേണമെന്ന് തന്നെയാണ് അവർ വാദിക്കുന്നത്. പക്ഷേ ശബരിമലയിൽ അത് വേണം എന്നവർ കരുതുന്നുമില്ല. ഇന്ന് ദേശാഭിമാനിയുടെ 1-ാം പുറം തരുന്ന ഒരു വാർത്ത പ്രത്യേകം ശ്രദ്ധാർഹമാണ്. കുറ്റവും ശിക്ഷയും എന്ന സങ്കല്പത്തിൽ പുതിയ സമീപനം വരുത്തുന്ന ഒരു വാർത്തയാണ്. ചെറുകുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നവരെ സാമൂഹ്യ സേവനത്തിന് നിയോഗിച്ച് അവരെ മനം മാറ്റമുള്ളവരാക്കി തീർക്കുന്ന
നിർദ്ദേശം തയ്യാറാകുന്നു. കുറ്റവും ശിക്ഷയും എന്ന കാര്യത്തിൽ പുതിയ സമീപനം സ്വീകരിക്കുന്നു സംസ്ഥാന സർക്കാർ. ലഘുവായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ ജയിലിൽ അയക്കാതെ നിർബന്ധിത സാമൂഹ്യ സേവനത്തിന് നിയോഗിച്ച് മനഃപരിവർത്തനം സാധ്യമാക്കാൻ ലക്ഷ്യമിട്ട് നിയമം വരുന്നു. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇതിനായി കരട് നിർദ്ദേശങ്ങൾ തയ്യാറാക്കി തുടങ്ങി. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താലോ അബദ്ധത്താലോ കുറ്റകൃത്യത്തിൽ അകപ്പെടുന്നവർക്ക് പുതിയ ജീവിതം കണ്ടെത്താൻ വഴിയൊരുക്കാനാണ് കേരള സാമൂഹ്യ സേവന നിയമം കൊണ്ടുവരുന്നത് എന്ന് ജെയ്സൺ ഫ്രാൻസിസ് തിരുവനന്തപുരത്ത് നിന്ന് ദേശാഭിമാനിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയാണ് ഇന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. CK ജാനു NDA വിട്ടു. മംഗളത്തിൻ്റെ 1-ാം പേജ് വാർത്തയാണ്. BJP പറഞ്ഞ വാക്കുകളൊന്നും പാലിച്ചില്ല. എല്ലാവരുടെയും ഒരു ആക്ഷേപം അതുതന്നെയാണ്. കേരളത്തിലെ NDAയിൽ BJP വാക്കുപാലിക്കാത്ത ഒരു വലിയേട്ടൻ പാർട്ടിയാണ് എന്ന ബോധമാണിപ്പോൾ ജനിച്ചിരിക്കുന്നത്. ആദിവാസി സമര നേതാവ് CK ജാനു നേതൃത്വം നൽകുന്ന ജനാധിപത്യ രാഷ്ട്രീയ സഭ BJP നയിക്കുന്ന NDA വിട്ടു. വാഗ്ദാനങ്ങളെല്ലാം ലംഘിക്കപ്പെട്ട സാഹചര്യത്തിലാണ് മുന്നണി വിടുന്നത് എന്ന് ജാനു പത്രസമ്മേളനത്തിൽ ഇന്നലെ പറഞ്ഞിരിക്കുന്നു. നോക്കൂ, ഇപ്പോൾ വിശ്വാസ സംരക്ഷണ ജാഥയാണ്. ആ ജാഥ 2-3 ദിവസം മുമ്പ് തുടങ്ങിയതാണ് പന്തളത്ത് നിന്ന്. ഇന്നത് തിരുവനന്തപുരത്ത് എത്തിച്ചേരും. അതോടെ ആ ജാഥ സമാപിക്കും. വിശ്വാസ ജാഥയുടെ തുടക്കത്തിൽ തന്നെ കണ്ട ഒരു പ്രത്യേകത, NDAക്കൊപ്പം നിന്നിരുന്ന BJPക്കൊപ്പം നിന്നിരുന്ന SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ ജാഥയെ തള്ളിപ്പറഞ്ഞു. ഞാനില്ല ഈ പണിക്ക്, വിശ്വാസത്തിൻ്റെ അടുത്തിൽ സംഘടിപ്പിക്കുന്ന ഈ സവർണ ജാഥയ്ക്ക് ഞാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നിതാ അതങ്ങടെ എത്താൻ പോന്നു. തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ, സഭാമരത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇന്നലെ CK ജാനു എന്ന ആദിവാസി നേതാവും അത് വിട്ടിരിക്കുന്നു എന്നതാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന പ്രത്യേകത. ഇന്ന് വിശ്വാസ സംരക്ഷണ റാലി തിരുവനന്തപുരത്ത് എത്തുന്നു. ശബരിമലയിൽ വീണ്ടും ഒരിക്കൽ കൂടി ചർച്ചയ്ക്ക് തയ്യാറാകുന്നു ദേവസ്വം ബോർഡ്. അത് റാലിക്കാരുടെ ഒരു വിജയമായി റാലിക്കാർ അവകാശപ്പെടുന്നുണ്ട്. മാധ്യമം എന്ന പത്രം അത് 1-ാം പുറത്ത് വാർത്തയാക്കിയിരിക്കുന്നു. ശബരിമല സമവായത്തിന് ദേവസ്വം ബോർഡ്. വാർത്ത കാണുക. ശബരിമല വിഷയത്തിൽ സമവായ ശ്രമവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സ്ത്രീ പ്രവേശനത്തിനെതിരെ സമരം തുടരുന്ന സാഹചര്യത്തിലാണ് ബോർഡിൻ്റെ നീക്കം. തന്ത്രി സമാജം, പന്തളം കൊട്ടാരം പ്രതിനിധികൾ, അയ്യപ്പ സേവാ സംഘം, അയ്യപ്പ സേവാ സമാജം, ശബരിമല തന്ത്രിമാർ, താഴ്മൺ കുടുംബം, യോഗക്ഷേമ സഭ എന്നിവരെയാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. 16-ാം തീയതി ബോർഡ് ആസ്ഥാനത്ത് നാളെ ആണ് ചർച്ച. ഇന്ന് വിശ്വാസ സംരക്ഷണ ജാഥ സമാപിക്കുന്നു. നാളെ ചർച്ച നടക്കുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ പ്രളയ സഹായ സ്വീകരണ വിദേശ യാത്ര അത് ആരംഭിക്കുന്നു. ദീപിക 1-ാം പേജിൽ ആ വാർത്ത തരുന്നു. മന്ത്രിമാർക്ക് ഇപ്പോഴും അനുമതിയില്ല. ഇന്ന് ആ അനുമതി ലഭിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനം 17-ാം തീയതി മുതൽ 21-ാം തീയതി വരെ. പ്രളയ പുനർനിർമ്മാണ ഫണ്ട് ശേഖരണത്തിന് ഉള്ള അനുമതി ലഭിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ 17-ാം തീയതി മുതൽ 21 വരെ UAE സന്ദർശിക്കും. എന്നാൽ മറ്റ് മന്ത്രിമാരുടെ വിദേശ സന്ദർശനത്തിനുള്ള അനുമതി ഇന്നലെയും ലഭിച്ചിട്ടില്ല. ഇന്ന് അതേ സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകും കേന്ദ്രത്തിൽ നിന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പൊതു തെരഞ്ഞെടുപ്പിന് പാർട്ടികൾ തയ്യാറാകുന്നു. കേരളത്തിൽ കോൺഗ്രസും അതിനുവേണ്ടി തയ്യാറാകുന്നു. 2019 പൊതു തെരഞ്ഞെടുപ്പിന് തയ്യാറാകുമ്പോൾ 3 സിറ്റിംഗ് MPമാരെ കോൺഗ്രസ് മാറ്റും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റായി, അദ്ദേഹം മത്സരിക്കില്ല. MI ഷാനവാസ് മത്സരിക്കില്ല. കൊടുക്കുന്നിൽ സുരേഷും മത്സരിക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളമൊരുങ്ങും മുമ്പ് കോൺഗ്രസിൽ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ആലോചനകൾ തുടങ്ങി. മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് വേഗം കൂടിയിട്ടുണ്ട്. സിറ്റിംഗ് MPമാരിൽ 3 പേരെങ്കിലും മാറും എന്ന് ഏകദേശം ഉറപ്പായി എന്ന് KM ബഷീർ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ശബരിമല സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് വിശ്വാസ സംരക്ഷണ ജാഥ ഇന്ന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന സമയത്ത് ഒരു ലേഖനം മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ, ലേഖനമെന്ന് പറഞ്ഞുകൂടാ, ശബരിമല സ്ത്രീ പ്രവേശന വിധിയുടെ പശ്ചാത്തലത്തിൽ
CPM പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമേന്ദ്രൻപിള്ളയുമായി മാതൃഭൂമി പ്രതിനിധി MK സുരേഷ് നടത്തുന്ന അഭിമുഖമാണ് കാണുക. അതിൽ ആ കാര്യത്തിൽ എസ് രാമേന്ദ്രൻപിള്ളയുടെ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം മലയാളിയായ ചിരപരിചിതനായ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. ശബരിമല പ്രവേശനത്തിൽ തിരിച്ച് നടപ്പ് സാധ്യമല്ല. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കാനുള്ള ഭരണഘടനാപരമായ ബാധ്യതയാണ് സർക്കാരിനും പാർട്ടിക്ക് മുന്നിലുള്ളതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമേന്ദ്രൻപിള്ള. കേരളം എത്രയോ ദൂരം നടന്നാണ് ഇവിടെ എത്തിയത്. അന്ധവിശ്വാസങ്ങളെയും തൊട്ടുകൂടായ്മയും ഒക്കെ ചെറുത്തു തോൽപ്പിച്ചില്ലേ? മാറുമറയ്ക്കൽ സമരം, വിധവാ വിവാഹം, അങ്ങനെ പല പോരാട്ടങ്ങൾ. ഇനി നമ്മൾ തിരിച്ചു നടക്കണോ? CPMൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി എസ് രാമേന്ദ്രൻപിള്ള ചോദിക്കുന്നു. സമരത്തിലുള്ളവരും നിഷ്പക്ഷരുമായ സാധാരണക്കാരൊക്കെ പറയുന്നത് വിശ്വാസികളുടെ വികാരത്തെ CPMും സർക്കാരും മാനിച്ചില്ല എന്ന് ചോദ്യം. അതിനുള്ള മറുപടി ഇതാ. ആ ധാരണ തെറ്റാണ്. പാർട്ടിയോ ഈ സർക്കാരോ ഒരിക്കലും വിശ്വാസികൾക്കെതിരല്ല. അവരോട് യുദ്ധം ചെയ്യുന്ന സമീപനവുമില്ല. എല്ലാ വിശ്വാസികളുടെയും വികാരങ്ങൾ അംഗീകരിക്കുന്നവരാണ് പാർട്ടിക്കാർ. കോടതി വിധി വന്ന പശ്ചാത്തലം പരിശോധിക്കണം. വിധിയുണ്ടാകാൻ സർക്കാരല്ല ശ്രമിച്ചത്. ഇത് ഇപ്പോൾ ജാഥ നടത്തുന്നവർ തിരിച്ചറിയുകയും വേണം. തൃപ്തി ദേശായി ശബരിമലയിൽ വരുന്നതിനെ പറ്റി അറിയില്ല. വന്നാൽ ഇന്നത്തെ നിലയിൽ തടയാനാവില്ല. ശബരിമലയിലെ എല്ലാ വിഷയവും സമർത്ഥമായി കൈകാര്യം ചെയ്യാൻ അനുഭവ സമ്പത്തുള്ള ദീർഘകാല പാരമ്പര്യമുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരുമുണ്ട്. ഏത് സാഹചര്യത്തെ നേരിടാനുള്ള കെൽപ്പ് സർക്കാരിനുണ്ട്. രാഷ്ട്രീയത്തിലെ ശിശുക്കളല്ല അവരാരും എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത്. തിരിച്ചു നടക്കാൻ ആകില്ല എന്ന് തന്നെ അദ്ദേഹം നിസ്തർക്കം പ്രസ്താവിച്ചിരിക്കുന്നു. ഈ അഭിമുഖത്തിലൂടെ ഇനി ഇന്നത്തെ ചിത്രം. റോഡ് അപകടങ്ങൾ വളരെ കൂടിയ ഒരു സംസ്ഥാനമാണ് കേരളം. വലിയ വിലയാണ് നാം അതിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനാൽ അതേപ്പറ്റിയുള്ള ബോധവൽക്കരണം വളരെ പ്രധാനമാണ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. ഈ ചിത്രം കാണുക. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന ഒരു ബോധവൽക്കരണ കൂട്ടയോട്ട ദൃശ്യമാണിത്. കൂട്ടയോട്ടക്കാരെ നമ്മുടെ നടൻ ജഗതി അഭിവാദ്യം ചെയ്യുന്നു. തൊട്ടടുത്ത് നമുക്ക് കാണാം IM വിജയനും DGP ലോക്നാഥ് ബെഹ്റയും. ഈ ചിത്രം ഇന്ന് ഹിന്ദുവിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.